ഹലോ ഫ്രണ്ട്സ്, ഞാൻ മുബഷിറ. ഇത് കുക്കിംഗ് കാർപ്പറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയാണ്, ചിക്കൻ റാമൻ. ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതൊരു 3 സ്റ്റേജായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ബ്രോത്ത്, സെക്കൻഡ് ചിക്കന്, തേർഡ് നൂഡില്. ബ്രോത്ത് റെഡിയാക്കാൻ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് ചിക്കൻ സ്റ്റോക്ക്, 10 ഗ്രാം ബട്ടർ, 2 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്താണ്. ഇതൊരു തരം ഉണക്കിയ മഷ്റൂമാണ്, ഷിറ്റേക്ക് എന്നാണ് ഇതിന് പറയുക. അത് ഒന്ന് മുഴുവനായിട്ട് 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 30 ml സോയാ സോസ്, 1 ടീസ്പൂണ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്. അതൊരു കടായി പാന് സ്റ്റൗവിൽ വെച്ച് നമുക്ക് ഓണാക്കാം. 2 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. 10 ml ബട്ടർ ഒന്ന് മിക്സാക്കി കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി, ഇതിലേക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ച ഉണങ്ങിയ 3 മഷ്റൂം, 30 ml സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് 30 ml. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് സിമ്മിലാക്കി ഒരു 20 മിനിറ്റ് വേവിക്കാം. ഇപ്പം നമ്മുടെ ബ്രോത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മഷ്റൂം മാറ്റി വെച്ചിട്ട് വേണം സ്റ്റെയിൻ ചെയ്യാൻ. ഇനി ഇതിലേക്കുള്ള ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസ് ബോൺലെസ് ചിക്കൻ പീസ്, 1/2 ടീസ്പൂൺ ഡാർക്ക് സോസ്, 1/2 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ഷുഗർ, 1/2 ടീസ്പൂൺ ഓയിൽ. ഒരു ബൗളിലേക്ക് സോയാ സോസ്, ഷുഗർ, സോൾട്ട്, ഓയിൽ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കാം. നമുക്ക് ഇതിലേക്കുള്ള നൂഡിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ സോസ് പാനിൽ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. 60 ഗ്രാം എഗ് നൂഡിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, അസംബ്ലി. നമ്മുടെ ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കണ്ടാൽ ഇതൊരു ഡിഫിക്കൽട്ട് ഡിഷാണെന്ന് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിന് ഉപയോഗിച്ച നൂഡിൽ ഷീറ്റ്, മഷ്റൂം, അതൊക്കെ കുറച്ച് റെയർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാനത് ഓൺലൈനായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇനി വരുന്ന വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതിലും കിടിലായിട്ടുള്ളൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.